A contractor estimates that 3 persons could rewire Jasminde's house in 4 days. 3 പേഴ്സൺസിനെ വെച്ചിട്ട് ജാസ്മിൻഡേഴ്സിന്റെ ഹൗസിനെ 4 ദിവസം കൊണ്ട് റീവയർ ചെയ്യാമെന്ന് കോൺട്രാക്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇഫ് ഹി യൂസസ് 4 പേഴ്സൺസ് ഇൻസ്റ്റെഡ് ഓഫ് 3. അപ്പം ഈ കോൺട്രാക്ടർ 3 പേഴ്സൺസിന് പകരം 4 പേഴ്സൺസിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഹൗ ലോങ് ഷുഡ് ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദ ജോബ്? അപ്പം ഈ ജോബ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം എടുക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യം കോൺട്രാക്ടർ 3 പേരെ വെച്ചിട്ടാണ് റീവയർ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം 3 പേർക്ക് പകരം 4 പേരെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ 3 പേരെ യൂസ് ചെയ്താൽ 4 days എടുക്കും. അപ്പം നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടുന്നതനുസരിച്ച് ജോബ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം എന്ത് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചത്? ടൈം ഡിക്രീസ് ചെയ്യും അല്ലേ? നമ്പർ ഓഫ് പേഴ്സൺ കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ജോബ് തീരാനുള്ള സമയം കുറയും, എളുപ്പത്തിൽ ജോബ് തീരും അല്ലേ? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ദിവസം കൊണ്ട് തീരുമെന്നുള്ളതാണ്. അപ്പോൾ അതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ സപ്പോസ് ദാറ്റ് ദേ ടേക്ക് എക്സ് ഡേയ്സ് ടു കംപ്ലീറ്റ് ദ ജോബ്. അപ്പോൾ നമുക്കൊന്ന് കോളം വരയ്ക്കാം. നമ്പർ ഓഫ് പേഴ്സൺസ്, നമ്പർ ഓഫ് ഡേയ്സ്. അപ്പം ആദ്യം 3 പേഴ്സൺസിനെ വെച്ചാണ് ചെയ്യാൻ എസ്റ്റിമേറ്റ് എടുത്തത്. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ്? 4 days കൊണ്ട്. അപ്പോൾ 3ക്ക് പകരം 4 പേഴ്സൺസിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പേഴ്സൺ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ നമുക്ക് എന്ത് റിലേഷൻ എഴുതാം? 3 into 4 x1 y1 is equal to x2 y2. x2 is 4, y2 is x. ഇതിൽ നിന്ന് x കണ്ടുപിടിക്കണം. x is equal to 3 into 4 by 4. 4ഉം 4ഉം കട്ട് ചെയ്യാം, നമുക്ക് 3 എന്ന് കിട്ടി. x is equal to 3 എന്ന് കിട്ടി. കണ്ടോ? നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ ഡിക്രീസ് ആയി. എന്തെഴുതാം? ഹെൻസ് they would take 3 days to complete the job. Next, question number 7. A batch of bottles were packed in 25 boxes with 12 bottles in each box. അപ്പോൾ ഒരു ബാച്ചിലുള്ള ബോട്ടിൽസിനെ എങ്ങനെയാണ് പാക്ക് ചെയ്തത്? 25 ബോക്സസിലാണ് പാക്ക് ചെയ്തത്. ഒരു ബോക്സിൽ 12 ബോട്ടിൽസ് വെച്ചുണ്ട്. ഇഫ് ദ സെയിം ബാച്ച് ഈസ് പാക്ഡ് യൂസിങ് 20 ബോട്ടിൽസ് ഇൻ ഈച്ച് ബോക്സ്. അപ്പോൾ ഈ സെയിം ബാച്ചിനെ തന്നെ ഒരു ബോക്സിൽ 20 ബോട്ടിൽസ് വെച്ച് പാക്ക് ചെയ്യുകയാണെങ്കിൽ ഹൗ മെനി ബോക്സസ് വുഡ് ബി ഫിൽഡ്? അപ്പോൾ നമുക്ക് എത്ര ബോക്സസ് ഫില്ല് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? 12 ബോട്ടിൽസ് വെച്ച് ഒരു ബോക്സിൽ പാക്ക് ചെയ്തപ്പോൾ 25 ബോക്സസ് ഫില്ല് ചെയ്തു. അപ്പോൾ ഒരു ബോക്സിൽ 20 ബോട്ടിൽസ് വെച്ചാണ് ഫില്ല് ചെയ്യുന്നതെങ്കിൽ എത്ര ബോക്സ് ഫില്ല് ചെയ്യാൻ സാധിക്കും? അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ബോക്സസിനെ എത്ര ആയിട്ട് എടുക്കാം? എക്സ് ആയിട്ട് നമുക്കിവിടെ എടുക്കാം. സപ്പോസ് ദാറ്റ് x boxes would be filled. The number of bottles, number of boxes. The number of bottle ഒരു ബോക്സിൽ 12 വെച്ചാണെങ്കിൽ 25 ബോക്സസ് ഫില്ല് ചെയ്യാം. ഇനി ഒരു ബോക്സിൽ 20 ബോട്ടിൽസ് വെച്ചാണെങ്കിൽ എത്ര ബോക്സസ് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കി, ഇവിടെ നമ്പർ ഓഫ് ബോട്ടിൽസ് ഇൻക്രീസ് ചെയ്തു. അപ്പം നമ്പർ ഓഫ് ബോക്സസ് ഇവിടെ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും അല്ലേ? അപ്പോൾ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ബോട്ടിൽസ് ആണുള്ളത്. അതിനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ബോക്സിൽ 12 ബോട്ടിൽസ് വെച്ച് 25 ബോക്സിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബോക്സിൽ 20 വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്പർ ഓഫ് ബോക്സസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇത് ഇൻവേഴ്സ് പ്രൊപ്പോർഷനിലാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം?
12 into 25 is equal to 20 into x. x1 y1 is equal to x2 y2. ഇതിൽ നിന്ന് x നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? x is equal to 12 into 25 by 20. നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 5, ഇവിടെ 4. ഇനി 4 വെച്ച് ഇവിടെ കട്ട് ചെയ്താൽ ഇത് 3 ആവും. 5 into 3 15. അപ്പോൾ ഒരു ബോക്സിൽ 20 ബോട്ടിൽസ് വെച്ച് ഫില്ല് ചെയ്താൽ എത്ര ബോക്സ് ഫില്ല് ചെയ്യാം? 15 ബോക്സസ് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. ഹെൻസ് 15 ബോക്സസ് വുഡ് ബി ഫിൽഡ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.